പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. RRC ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. RRC ಧ್ಯಾನ ಕೇಂದ್ರದ ಪರವಾಗಿ ಜೀವಸ್ವರದ ಎಲ್ಲ ಕುಟುಂಬಗಳಿಗೆ ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತಿದ್ದೇವೆ. കഴിഞ്ഞ 25 ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വലിയ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയായിരുന്നു. ಕಳೆದ 25 ದಿನಗಳಿಂದ ನಾವು ಈ ಕ್ರಿಸ್ತ ಜಯಂತಿಯ ಹಬ್ಬಕ್ಕಾಗಿ ಸಿದ್ಧತೆಯಲ್ಲಿದ್ದೆವು. ഈ ദിവസത്തിന്റെ സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ಈ ದಿನದ ಎಲ್ಲ ವಿಧವಾದ ಸಂತೋಷ ಸಮಾಧಾನ ನಿಮ್ಮಲ್ಲಿಯೂ ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿಯೂ ನೆಲೆಸಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ക്രിസ്തുമസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ക്രിസ്തുമസ് എല്ലാവർക്കും വില നൽകുന്ന ഒരു തിരുനാളായിട്ടാണ്. ಕ್ರಿಸ್ತ ಜಯಂತಿ ಎಂದು ನೆನಪಿಸಿಕೊಳ್ಳುವಾಗ ಈ ಹಬ್ಬದ ವಿಶೇಷತೆ ಎಲ್ಲರಿಗೂ ಬೆಲೆ ಕೊಡುವಂತದ್ದಾಗಿದೆ. ക്രിസ്തു പറയാണ്, നിനക്കൊരു വിലയുണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു വിലയുണ്ട്. ಪ್ರಭು ಯೇಸು ಹೇಳುತ್ತಾರೆ, ನಿನಗೂ ಬೆಲೆಯುಂಟು, ಅದೇ ರೀತಿಯಲ್ಲಿ ನನಗೂ ಸಹ ಬೆಲೆಯುಂಟು. ക്രിസ്തുവിന്റെ ആദ്യത്തെ സന്ദേശം പോയത് പാവപ്പെട്ട ആട്ടിടയന്മാരിലേക്കാണ്. ಪ್ರಭು ಯೇಸುವಿನ ಜನನದ ಸುವಾರ್ತೆ ಮೊದಲು ಸಾರಲ್ಪಟ್ಟಿದ್ದು ಸಾಮಾನ್ಯ ಕುರುಬರುಗಳಿಗೆ. ആരുമില്ലാത്ത ഷെപ്പേഴ്സ്, ആട്ടിടയന്മാര്, അവർക്കൊന്നുമില്ല, അഡ്രസ് ഇല്ല. പക്ഷെ ദൈവദൂതൻ അവരിലേക്ക് ചെന്നിട്ട് സദ്വാർത്ത അറിയിച്ചു. ಸಾಮಾನ್ಯರಲ್ಲಿ ಸಾಮಾನ್ಯರಾದ ಕುರುಬರಿಗೆ ಸ್ವರ್ಗದಿಂದ ದೇವದೂತರುಗಳು ಇಳಿದು ಬಂದು ಈ ಶುಭ ಸಂದೇಶವನ್ನ ಸಾರಿದರು. അവര് ഓടി വന്ന് കൃപിൽ വന്ന് ഉണ്ണിയേശുവിനെ കണ്ടു. ಅವರು ವಿಷಯ ತಿಳಿದ ಕೂಡಲೇ ಓಡಿ ಬಂದು ಗೋದಲಿಯಲ್ಲಿದ್ದ ಪ್ರಭು ಯೇಸುವನ್ನ ಕಂಡರು. അവര് സന്തോഷം കൊണ്ട് നിറഞ്ഞു ആ സദ്വാർത്ത എങ്ങും അറിയിച്ചു. ಅವರು ಸಂತೋಷಗೊಂಡು ಆ ಶುಭ ವಾರ್ತೆಯನ್ನು ಎಲ್ಲರಿಗೂ ಸಾರಿದರು. പാവപ്പെട്ട ആ ആട്ടിടയര് വിലയുള്ളവരായി തീർന്നു. ഇന്ന് ഏത് കൃബിലും അവരുണ്ട്. ಸಾಮಾನ್ಯ ಜನರಾದ ಆ ಕುರುಬರು ಮಹತ್ವ ಎನಿಸಿಕೊಂಡರು. ಇಂದು ಎಲ್ಲೆಡೆ ಅವರ ಹೆಸರನ್ನ ಘೋಷಿಸಲಾಗುತ್ತಿದೆ. ഇനി വളർന്ന യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും യേശു തേടിയത് മുഴുവൻ പാവപ്പെട്ടവരെയും മാർജിനിൽ കഴിയുന്നവരെയുമാണ്. ಇನ್ನು ಪ್ರಭು ಯೇಸು ಬೆಳೆದು ಬಂದ ನಂತರ ತನ್ನ ಜೀವಿತದಲ್ಲಿ ಅವರು ಹುಡುಕಿದ್ದೆಲ್ಲ ತಿರಸ್ಕೃತರನ್ನು. യേശു രോഗികളെ തേടി, കുരുടരെ തേടി, പിശാച് ബാധിതരെ തേടി, വ്യഭിചാരികളെ തേടി, അങ്ങനെ സമൂഹം വില കൽപ്പിക്കാത്തവരെ മാത്രം തേടിപ്പോയി അവർക്ക് ശാന്തി കൊടുത്തു, സമാധാനം കൊടുത്തു, വിടുതൽ കൊടുത്തു. ಪ್ರಭು ಯೇಸು ತನ್ನ ಜೀವಿತ ಕಾಲದಲ್ಲಿ ಹುಡುಕಿ ಬಂದದ್ದು ಸಮಾಜದಿಂದ ತಿರಸ್ಕರಿಸಲ್ಪಟ್ಟ ಎಲ್ಲ ಪಾಪಿಗಳು, ರೋಗಿಗಳು, ನಿರ್ಗತಿಕರನ್ನ ಹುಡುಕಿ ಅವರಿಗೆ ದೈವಿಕ ಶಾಂತಿ, ಸಮಾಧಾನ, ಸ್ವಸ್ಥತೆಯನ್ನ ನೀಡಿದರು. ഇവരെല്ലാം നോക്കിയിട്ട് ലോകം പറഞ്ഞു നിങ്ങൾ വിലയില്ലാത്തവരാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞു നിങ്ങൾ വിലയുള്ളവരാണ്. ಈ ಸಮಾಜದಿಂದ ಬಹಿಷ್ಕರಿಸಲ್ಪಟ್ಟವರು ಲೋಕಕ್ಕೆ ಬೆಲೆ ಇಲ್ಲದೆ ಗಣನೆಗೆ ಬಾರದವರಾಗಿದ್ದರು. ಆದರೆ ಪ್ರಭು ಯೇಸು ಅವರನ್ನು ಗಣನೆಗೆ ಬಂದ ಜನರಾಗಿ ಮಾರ್ಪಡಿಸಿದರು. ഈ ക്രിസ്മസ് ദിനത്തില് എനിക്കും പറയാനുള്ളത് ഇതാണ്, ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നീ വിലയുള്ള വ്യക്തിയാ. ಈ ಕ್ರಿಸ್ತ ಜಯಂತಿಯ ಹಬ್ಬದಲ್ಲಿ ಗುರುಗಳು ನಿಮಗೆ ತಿಳಿಸ ಬಯಸುವ ಸಂದೇಶ ಏನೆಂದರೆ, ನೀವೆಲ್ಲರೂ ಪ್ರಭು ಯೇಸುವಿಗೆ ಅಮೂಲ್ಯರಾಗಿದ್ದೀರಿ. നീ രോഗിയായിരിക്കാം, നീ പാപിയായിരിക്കാം, നീ സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്ത വ്യക്തിയായിരിക്കാം, പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ നിനക്കൊരു ക്രിസ്തുവുണ്ട്, നിന്നെ തേടുന്ന ക്രിസ്തു. ನೀನು ರೋಗಿಯಾಗಿರಬಹುದು, ಪಾಪಿಯಾಗಿರಬಹುದು, ದೇವರಿಂದ ಜನರಿಂದ ತಿರಸ್ಕೃತ ವ್ಯಕ್ತಿಯಾಗಿರಬಹುದು. ಆದರೆ ಒಂದನ್ನು ನೆನಪಿನಲ್ಲಿಟ್ಟುಕೋ, ಪ್ರಭು ಯೇಸುವಿಗೆ ನಿನ್ನನ್ನು ಹುಡುಕಿಕೊಂಡು ಬಂದಿದ್ದಾರೆ. ക്രിസ്തു നിന്നെ തേടുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വിലയുള്ളത് കൊണ്ടാണ്. ಪ್ರಭು ಯೇಸು ನಿನ್ನನ್ನು ಹುಡುಕಿಕೊಂಡು ಬರುತ್ತಿದ್ದಾರೆಂದರೆ ನೀನು ಬಹಳ ಬೆಲೆಯುಳ್ಳ ವ್ಯಕ್ತಿ. അപ്പൊ ഈ ക്രിസ്മസ് ദിനത്തില് ഉണ്ണിയേശുവിനോട് ചേർന്ന് എന്ന് ഞാൻ പറയാണ്, പ്രിയ സഹോദര സഹോദരി, നിനക്കൊരു വിലയുണ്ട്, യേശു നൽകുന്ന വില. ಬಾಲ ಯೇಸುವಿನೊಟ್ಟಿಗೆ ಸೇರಿ ಗುರುಗಳು ನಮಗೆ ತಿಳಿಸುತ್ತಿರುವ ವಿಷಯ, ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ನೀವು ಬಹಳ ಬೆಲೆಯುಳ್ಳವರಾಗಿದ್ದೀರಿ. ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, നീ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, രോഗി എന്ന രീതിയിൽ, സാമ്പത്തിക പിന്നോക്കം എന്ന രീതിയിൽ, അല്ലെങ്കിൽ തകർന്ന വ്യക്തി എന്ന രീതിയിൽ നീ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ബാലയേശു ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ അവരുടെ അടുത്തായിരിക്കും ചെല്ലുക. ಇಂದು ನೀನು ರೋಗಿಯಾಗಿ ನರಳುತ್ತಿರಬಹುದು, ಪಾಪಿಯಾಗಿ ತಿರಸ್ಕರಿಸಲ್ಪಟ್ಟಿರಬಹುದು. ಒಂದನ್ನು ಚೆನ್ನಾಗಿ ನೆನಪಿನಲ್ಲಿಟ್ಟುಕೋ, ಬಾಲ ಯೇಸು ನಿನ್ನನ್ನೇ ಹುಡುಕಿಕೊಂಡು ಬಂದವರಾಗಿದ್ದಾರೆ. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ, സമാധാനം കിട്ടുന്നെങ്കിൽ, നീ മാറ്റി നിർത്തിയ വ്യക്തിയുടെ അടുത്തെത്തണം. കാരണം ക്രിസ്തു അവിടെയായിരിക്കും. ಈ ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಜನನದ ಪರಿಪೂರ್ಣ ಆಶೀರ್ವಾದವನ್ನ ನೀವು ಪಡೆದುಕೊಳ್ಳಬೇಕಾದರೆ, ಯೇಸು ಹುಡುಕಿಕೊಂಡು ಹೋದ ಆ ರೋಗಿಗಳು, ಪಾಪಿಗಳು, ತಿರಸ್ಕೃತರ ಜನರ ಬಳಿ ನೀನಿರಬೇಕು. ബന്ധങ്ങളെ നവീകരിക്കുവാൻ ഈ ക്രിസ്മസ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ಸಂಬಂಧಗಳನ್ನ ನವೀಕರಿಸಲು
ಕ್ರಿಸ್ತ ಜಯಂತಿ ನಮ್ಮನ್ನ ಬಲಪಡಿಸಲಿ. ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു. ഒന്നുകൂടി ചേർത്ത് പറയുന്നു, നിനക്ക് ഒരു വിലയുണ്ട്. ಕ್ರಿಸ್ತ ಜಯಂತಿಯ ಶುಭಾಶಯಗಳನ್ನ ನಿಮಗೆ ಕೋರುತ್ತಾ ಮತ್ತೊಮ್ಮೆ ಹೇಳುತ್ತಿದ್ದೇನೆ, ನೀವೆಲ್ಲರೂ ದೇವರ ಬೆಲೆಯುಳ್ಳ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದೀರಿ. ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ಪ್ರಭು ಯೇಸು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. പ്രൈസ് ദ ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അതുപോലെ തന്നെ വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെ ഏറ്റവും നല്ല ദിനങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. RRC ಧ್ಯಾನ ಕೇಂದ್ರದ ಡೈರೆಕ್ಟರ್ ಗುರುಗಳಾದ ಫಾದರ್ ಜಾರ್ಜ್ ಅವರು RRC ಧ್ಯಾನ ಕೇಂದ್ರದ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕ್ರಿಸ್ತ ಜಯಂತಿ ಹಬ್ಬದ ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತಾ, ಬರಲಿರುವ ಹೊಸ ವರ್ಷ ನಿಮಗೆ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ವರ್ಷವಾಗಿ ಮಾರ್ಪಡಲಿ ಎಂದು ಪ್ರಾರ್ಥನೆ ಮೂಲಕ ನಿಮ್ಮನ್ನು ಹರಸುತ್ತಿದ್ದಾರೆ. പ്രൈസ് ദ ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್.